ഓൾ ഇലക്ട്രിക് ഹൈബ്രിഡ് വാഹനങ്ങളുടെ കാലമാണിത്. പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്ന് മാറി ഇലക്ട്രിക് വാഹനങ്ങളിലേക്കും ഹൈബ്രിഡ് വാഹനങ്ങളിലേക്കും ആൾക്കാർ വളരെയധികം ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ഇലക്ട്രിക് വാഹനങ്ങൾ പൂർണ്ണമായും ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നവയാണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഹൈബ്രിഡ് വാഹനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവ എത്ര തരം, അവ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഹൈബ്രിഡ് വാഹനങ്ങൾ കൊണ്ട് എന്തെല്ലാം മെച്ചങ്ങളുണ്ട്, ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കഴിവതും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റോംബസ് സയൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈബ്രിഡ് എന്ന വാക്കിനർത്ഥം രണ്ടെണ്ണത്തിൻ്റെ സങ്കരമെന്നാണ്. ഈ വാക്ക് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇത്തരം വാഹനങ്ങളിൽ രണ്ട് എഞ്ചിനുകളുണ്ടായിരിക്കും. എഞ്ചിൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഏതെങ്കിലും ഒരു ഊർജ്ജത്തെ മെക്കാനിക്കൽ ഊർജ്ജമാക്കി മാറ്റുന്ന യന്ത്രത്തെയാണ് നാം എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. ഹൈബ്രിഡിൽ ഒരു എഞ്ചിൻ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനായിരിക്കും, അതായത് പെട്രോൾ ഡീസൽ എഞ്ചിൻ. മറ്റൊരു എഞ്ചിൻ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക് മോട്ടോറായിരിക്കും. സാഹചര്യത്തിനനുസരിച്ച് ഈ രണ്ടും, അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും വൈദ്യുത മോട്ടോറും ഒരുമിച്ചോ അല്ലെങ്കിൽ വേറെ വേറെ പ്രവർത്തിച്ചോ ആണ് വാഹനത്തിന് വേണ്ട പവർ നൽകുന്നത്. ഹൈബ്രിഡ് വാഹനങ്ങൾ 3 തരമുണ്ട്. ഒന്ന് പാരലൽ ഹൈബ്രിഡ് വെഹിക്കിൾ, മറ്റൊന്ന് സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾ, മൂന്നാമത്തേത് പ്ലഗ് ഇൻ ഹൈബ്രിഡ് വെഹിക്കിൾ. അത് നമുക്ക് പാരലൽ ഹൈബ്രിഡ് വെഹിക്കിൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഇലക്ട്രിക് മോട്ടോറും സമാന്തരമായി പ്രവർത്തിക്കുന്നു. കൂടുതൽ പവർ ആവശ്യമായ ഘട്ടങ്ങളിൽ ഈ രണ്ട് എഞ്ചിനുകളും ഒരുമിച്ച് പ്രവർത്തിക്കും. അതുവഴി ഉയർന്ന ശക്തി ലഭിക്കുന്നു. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒന്നുകിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ അവ മാത്രമായും പ്രവർത്തിച്ച് പവർ നൽകുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ വാഹനം ട്രാഫിക് സിഗ്നലാണെന്ന് കരുതുക. അപ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് രണ്ട് എഞ്ചിനുകളും ഓഫായിരിക്കും. അതായത് ഇലക്ട്രിക് ആൻഡ് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ രണ്ടും ഓഫായിരിക്കും. പച്ച ലൈറ്റ് കത്തി നാം ആക്സിലറേറ്റർ അമർത്തുമ്പോൾ ഇലക്ട്രിക് മോട്ടോർ ഓണാകുന്നു. വാഹനം ഓടിത്തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം ഉയർന്ന ടോർക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫസ്റ്റ് ഗിയറിലിടുന്നത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിലൊക്കെ. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ പവർ സോഴ്സ് ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും. അതിന് കാരണം അവയുടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ വേണ്ട സ്പീഡ് കൈവരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനിലേക്ക് മാറും. ഇനി നല്ല പവർ വേണ്ട ഒരവസരത്തിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുത്തനെയുള്ള കയറ്റം കയറുന്ന അവസരത്തിൽ രണ്ട് എഞ്ചിനുകളും ഒരുമിച്ച് പ്രവർത്തിച്ച് പവർ നൽകുന്നു. ഇതുവഴി വാഹനത്തിന് നല്ല ഫ്യൂൽ എഫിഷ്യൻസി അഥവാ മൈലേജ് ലഭിക്കുന്നു. ടൊയോട്ട കാറുകളിൽ എഞ്ചിൻ്റെയും മോട്ടോറിൻ്റെയും പവർ വീലുകളിലേക്ക് എത്തിക്കുന്നത് സൺ പ്ലാനറ്റ് ഗിയർ വഴിയാണ്. ഇത് മികച്ച ഇന്ധനക്ഷമത വാഹനങ്ങൾക്ക് ലഭിക്കാൻ സഹായമാകുന്നു. മാത്രമല്ല നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അത് നൽകുന്നു. സീരീസ് ഹൈബ്രിഡ് വെഹിക്കിൾ, അതാണ് രണ്ടാമത്തേത്. അതിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഒരു ജനറേറ്ററിനെ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് അതുവഴി ഇലക്ട്രിക് മോട്ടോറിനെ കറക്കുകയും ഒപ്പം ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ ഇലക്ട്രിക് മോട്ടോർ ആയിരിക്കും വാഹനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതായത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ നേരിട്ട് വാഹനത്തെ ചലിപ്പിക്കുന്നില്ല, അത് ചാർജ് ചെയ്യാൻ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്. ഇനി മൂന്നാമത്തേത് പ്ലഗ്ഡ് ഇൻ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ അഥവാ PHEV. ഈ വാഹനങ്ങൾ സാധാരണ ഹൈബ്രിഡ് വാഹനങ്ങളെ പോലെ തന്നെയാണ്. ഇവയെ പുറമേ നിന്ന് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. ഇവിടെ ബാറ്ററി കപ്പാസിറ്റിയും കൂടുതലായിരിക്കും. അതുകൊണ്ട് PHEV വാഹനങ്ങൾക്ക് കൂടുതൽ ദൂരം വൈദ്യുതിയിൽ ഓടാൻ കഴിയും. ഒരു PHEV സീരീസ് ഹൈബ്രിഡോ അല്ലെങ്കിൽ പാരലൽ ഹൈബ്രിഡോ ആകാം. ഞാൻ ഈ ഇലക്ട്രിക്കൽ ആയാലും ഓൾ ഇലക്ട്രിക് ആയാലും വാഹനങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്താണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് വാഹനങ്ങളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ബ്രേക്ക് ചെയ്യുമ്പോഴും ആക്സിലറേറ്റർ പെഡലിൽ നിന്ന്
കാലെടുക്കുമ്പോഴും വാഹനത്തിൻ്റെ ചലനോർജം തിരികെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയും. ഇത് ഇന്ധനക്ഷമത കൂട്ടാൻ സഹായിക്കും. പെഡലിൽ നിന്ന് കാൽ വലിച്ചാൽ ഉടൻ മോട്ടോർ ഒരു ജനറേറ്റർ ആയി പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം, ഒരു മോട്ടോർ ജനറേറ്ററായും പ്രവർത്തിക്കും. ജനറേറ്റർ കറങ്ങാനുള്ള ഊർജം വാഹനത്തിൻ്റെ ഗതികോർജത്തിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ, ബ്രേക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ഷൂവിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഹീറ്റ് എനർജി അഥവാ താപോർജം വൈദ്യുതോർജ്ജമായി ജനറേറ്റർ രൂപാന്തരപ്പെടുത്തുകയും ഈ വൈദ്യുതി ഉപയോഗിച്ച് ബാറ്ററിയെ ചാർജ് ചെയ്യുകയും ചെയ്യും. ഇതിനെയാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് മോട്ടോർ തന്നെയാണ് ഒരു ഓൾട്ടർനേറ്റർ അഥവാ ജനറേറ്റർ ആയി പ്രവർത്തിക്കുന്നത്. ഒരു ഹൈബ്രിഡ് വാഹനത്തിലെ ഇലക്ട്രിക് മോട്ടോർ 3 ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒന്ന്, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. കാറിൻ്റെ പെട്രോൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമ്പോൾ, ഉദാഹരണത്തിന് ബാറ്ററി കുറവായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഉയർന്ന പവർ വേണ്ടി വരുമ്പോഴോ ഇലക്ട്രിക് മോട്ടോർ എൻജിനെ കറക്കി സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് ഒരു പരമ്പരാഗത സ്റ്റാർട്ടർ മോട്ടോറിനേക്കാൾ കൂടുതൽ സുഗമവും കാര്യക്ഷമവുമായി പ്രവർത്തിക്കും. രണ്ടാമത്തെ മോട്ടോറിൻ്റെ ഉപയോഗം ശക്തി നൽകുന്നതിനാണ്. ഇലക്ട്രിക് മോട്ടോർ പെട്രോൾ എഞ്ചിനുമായി ചേർന്ന് വീലുകൾക്ക് ശക്തി നൽകും. പ്രത്യേകിച്ച് ഉയർന്ന പവർ വേണ്ടി വരുമ്പോൾ ഇവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇത് ഹൈബ്രിഡ് വാഹനത്തിൻ്റെ കാര്യക്ഷമതയുടെ ഒരു പ്രധാന ഭാഗമാണ്. കാർ ബ്രേക്ക് ചെയ്യുമ്പോഴോ സാധാരണ രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴോ മോട്ടോർ ഒരു ജനറേറ്ററായി പ്രവർത്തിക്കും. കൈനറ്റിക് എനർജി തിരികെ ശേഖരിച്ച് ബാറ്ററിയിൽ സംഭരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഈ സംയോജിത ഘടകത്തെ പലപ്പോഴും മോട്ടോർ ജനറേറ്റർ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റർ സ്റ്റാർട്ടർ ജനറേറ്റർ ISG എന്നാണ് വിളിക്കുന്നത്. ഒരു സ്റ്റാർട്ടർ മോട്ടോറിൻ്റെയും ഓൾട്ടർനേറ്ററിൻ്റെയും പ്രവർത്തനങ്ങൾ സംയോജിപ്പിക്കുന്നതിലൂടെ ഈ സംവിധാനം ഘടകങ്ങളുടെ എണ്ണം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തൊക്കെ ഗുണഗണങ്ങളാണ് ഒരു ഹൈബ്രിഡ് വെഹിക്കിളിന് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനെ അപേക്ഷിച്ചുള്ളതെന്ന് നോക്കാം. സാധാരണ പെട്രോൾ ഡീസൽ വാഹനങ്ങളെ അപേക്ഷിച്ച് ഹൈബ്രിഡ് വാഹനങ്ങൾ ബെറ്റർ ഫ്യൂവൽ എഫിഷ്യൻസി നൽകുന്നു. ഹൈബ്രിഡ് വാഹനങ്ങൾ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ഇലക്ട്രിക്കൽ മോട്ടോറിനെ കൂടുതലായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മികച്ച ഇന്ധനക്ഷമത നൽകുന്നു. പ്രത്യേകിച്ച് നഗരത്തിലെ ട്രാഫിക്കിൽ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഓഫായി ഇലക്ട്രിക് മോട്ടോറിൽ മാത്രം ഓടിച്ചു കഴിഞ്ഞാൽ നല്ല ഇന്ധന ലാഭം ലഭിക്കുന്നതാണ്. അത് നാമായിട്ട് ചൂസ് ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി അത് ചൂസ് ചെയ്തോളും. ഹൈ ട്രാഫിക്കിലാണ്, ലോ സ്പീഡിൽ പോവുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക് വാഹനമായിട്ട് മാത്രം മാറും. അഥവാ മോട്ടോറിലായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ഓഫായിരിക്കും. മറ്റൊന്നുള്ളത് ലോവർ എമിഷനാണ്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ്റെ ഉപയോഗം കുറയുന്നതിലൂടെ അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാൻ സാധിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങളുടെ പുറന്തള്ളൽ ഇത്തരം വാഹനങ്ങളിൽ കുറവായിരിക്കും. ഇലക്ട്രിക് മോട്ടോറിൽ വാഹനം ഓടുമ്പോൾ വളരെ കുറച്ച് ശബ്ദം മാത്രമേ ഉണ്ടാകൂ. മാത്രമല്ല, യാത്രയും കുറച്ച് സുഖകരമായിരിക്കും. ഇത് നല്ല ഒരു ഡ്രൈവിംഗ് അനുഭവം നൽകുന്നു. ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് ആണ് മറ്റൊരു ഗുണം. പല രാജ്യങ്ങളിലും ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ടാക്സ് ഇളവുകളും മറ്റ് പ്രോത്സാഹനങ്ങളും ലഭിക്കാറുണ്ട്. ഓൾ വീൽ ഡ്രൈവ് AWD 2 മോട്ടോറുകൾ ഉപയോഗിച്ച് റിയർ വീലും ഫ്രണ്ട് വീലും സ്വതന്ത്രമായി തിരിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയും. അതിനാൽ സുഗമമായതും ശക്തി കൂടിയതുമായ ഓൾ വീൽ ഡ്രൈവ് ഇവയ്ക്ക് നൽകാൻ കഴിയും. ഇനി എന്തൊക്കെയാണ് പ്യുവർ ഇലക്ട്രിക് വെഹിക്കിൾ അല്ലെങ്കിൽ ഓൾ ഇലക്ട്രിക് വെഹിക്കിളിൽ നിന്നും ഇതിൻ്റെ മെച്ചങ്ങളെന്ന് നോക്കാം. പൂർണ്ണമായും ഇലക്ട്രിക് വാഹനങ്ങൾ അപേക്ഷിച്ച് ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് ചില മേന്മകളുണ്ട്. ഒന്ന്, റേഞ്ച് ആങ്സൈറ്റി ഇല്ല എന്നുള്ളതാണ്. റേഞ്ചിൻ്റെ ഒരു ഉത്കണ്ഠ അതില്ല. ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രധാന ആശങ്കയാണ് റേഞ്ച്. ഒരു തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരം ഓടാൻ കഴിയുമെന്ന ഭയം ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് വേണ്ട. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനായി പ്രത്യേകം ചാർജിങ് സ്റ്റേഷനുകൾ ആവശ്യമാണ്. എന്നാൽ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് പെട്രോൾ പമ്പുകളെ മാത്രം ആശ്രയിച്ചാൽ മതിയാകും. ഇനി PHEV ആണെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്നും അവയെ ചാർജ് ചെയ്യാൻ കഴിയും. സാധാരണയായി ഒരു നല്ല ഇലക്ട്രിക് വാഹനത്തിൻ്റെ ആദ്യത്തെ വില ഹൈബ്രിഡ് വാഹനത്തേക്കാൾ കൂടുതലായിരിക്കും. എന്നിരിക്കലും ഇവയ്ക്ക് ചില അസൗകര്യങ്ങളുമുണ്ട്.
അതിലൊന്ന് അതിൻ്റെ സങ്കീർണതയാണ്. 2 എഞ്ചിനുകൾ, അതായത് മോട്ടോറും ഇൻറ്റേർണൽ കമ്പസ്റ്റനും ഒപ്പം ബാറ്ററി ഉള്ളതിനാൽ അവ സങ്കീർണങ്ങളായിരിക്കും. മാത്രമല്ല അതിൽ സങ്കീർണമായ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അടങ്ങിയതുകൊണ്ട് ഹൈബ്രിഡ് വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. ചില ഹൈബ്രിഡ് മോഡലുകൾ സാധാരണ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ വാഹനങ്ങൾ അപേക്ഷിച്ച് വില കൂടിയതായിരിക്കാം. ഹൈബ്രിഡ് വാഹനങ്ങളിലെ ബാറ്ററികൾക്ക് ഒരു നിശ്ചിത ആയുസ്സുണ്ട്. അത് കഴിഞ്ഞാൽ അവ മാറ്റി സ്ഥാപിക്കേണ്ടി വരും. ഇതിന് ഗണ്യമായ ചിലവ് വരും. ഇതേ കാര്യം ഓൾ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ബാധകമാണ്. ഓൾ ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് പറയുന്നത് 0 എമിഷൻ ഉള്ള വാഹനങ്ങളാണ്. എന്നാൽ അവയെപ്പോലെ ഈ ഹൈബ്രിഡ് വാഹനങ്ങൾ പൂർണ്ണമായും മലിനീകരണ രഹിതമല്ല. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ പ്രവർത്തിക്കുമ്പോൾ മലിനീകരണം ഉണ്ടാകും. അപ്പോൾ ഹൈബ്രിഡ് വാഹനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്ധനക്ഷമതയും കുറഞ്ഞ മലിനീകരണവും ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. പ്രത്യേകിച്ച് നഗരത്തിൽ കൂടുതൽ ഓടുന്നവർക്കും ദീർഘദൂര യാത്രകൾ ചെയ്യുന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമാണ് ഹൈബ്രിഡ് വെഹിക്കിളുകൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ശാസ്ത്ര സാങ്കേതിക സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും വളരെ നന്ദി, നമസ്കാരം.